ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കാർബണേറ്റീവ് ആൻഡ് ജി റെഗുലേറ്റേഴ്സ് ആണ് കേട്ടോ. എല്ലാ ഡ്രഗ്സും ഒരുമിച്ച് ഞാൻ ക്ലബ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്ന ഫെനലാണ്. എന്താ പറയുക, ഫോണിക്കുലം വൾഗാറയാണ്. സിനോണിം പറയുവാണെങ്കിൽ ഫെനൽ ഫ്രൂട്ട്, ഫ്രക്ടസ് ഫോണിക്കുലം എന്നൊക്കെ പറയാറുണ്ട്. സിനോണിംസ് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്ക് എന്തൊക്കെയാണ്. ഫെനൽ ഫ്രൂട്ട് എന്ന് പറയാറുണ്ട്, ഫ്രക്ടസ് ഫോണിക്കുലം ആണ്. സോ ബയോളജിക്കൽ സോഴ്സ് പറയാം, ഡ്രൈ ഫ്രൂട്ട് ഓഫ് ദി പ്ലാന്റ് ഫോണിക്കുലം വൾഗാറിയാണ്. ശ്രദ്ധിക്കണം, ഇത് ഫ്രൂട്ട് ആണ്. ചില ആൾക്കാർ സീഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട്. സോ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഫാമിലി അംബിലിഫറെ തന്നെയാണ്, വേറെ ഒന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. സോ ഇത് കൂടുതലായിട്ട് കാണുന്ന അല്ലെങ്കിൽ നേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കാണാറുണ്ട്. ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ കാണാറുണ്ട്. പിന്നെ ജർമ്മനി, ഫ്രാൻസ്, റഷ്യയിലാണ് കൂടുതലായി കാണുന്നത്. അല്ലെങ്കിൽ നേറ്റീവ് എന്ന് പറഞ്ഞാൽ സോയിൽ വെൽ ഡ്രെയിൻഡ് ആൻഡ് കാൽസൈഡ് സോയിൽ ആയിരിക്കണം. സോ ഡിസ്ക്രിപ്ഷൻ പറയുവാണെങ്കിൽ എന്ത് കളർ ഉണ്ടാവുക, ഒരു പച്ച, ഒരു യെല്ലോയിഷ് കളറിൽ ഉണ്ടാവുക. അപ്പോഴും ഫെനൽ പറഞ്ഞാൽ ഇനി ഓർഡർ സ്വീറ്റ് അരോമാറ്റിക് ആണ്, ടേസ്റ്റും സ്ട്രോങ്ലി അരോമാറ്റിക് ആണ്. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്രിപ്ഷൻസ് വരുന്നത്. എന്താണ്? ക്രീമോ കാർപ്പസ് ഫ്രൂട്ട് ആണ് ആൻഡ് ഓർത്തോസ്പെർമിയസ് ഫ്രൂട്ട് ആണ്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്രീമോ കാർപ്പസ് ഫ്രൂട്ട് ആൻഡ് ഓർത്തോസ്പെർമിയസ് ഫ്രൂട്ട് ആണ്. പ്രസൻസ് ഓഫ് അനമോസൈറ്റിക്സ് ടൊമാറ്റോ. എന്തുണ്ട്? അനമോസൈറ്റിക്സ് ടൊമാറ്റോ അതിനകത്തുണ്ട്. ഞാൻ ലാസ്റ്റ് പറഞ്ഞു കേട്ടോ, അനിമോസൈറ്റിക്കും അനമോസൈറ്റിക്സ് ടൊമാറ്റോ ഉള്ള ഡ്രഗ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് തരാട്ടോ, ഡേറ്റസ് തരാന്നുള്ളതാണ്. സോ അത് മാത്രമല്ല, സെൽസുകളെല്ലാം പാർക്യൂട്ടറി അറേഞ്ച്മെന്റിലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെൽസ് എല്ലാം പാർക്യൂട്ടറി അറേഞ്ച്മെന്റ് ആണ്. ഇനി റൊസറ്റി ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ്സ് ഉണ്ട്. എന്തുണ്ട്? റൊസറ്റി ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ്സ് അവൈലബിൾ ആണ്. ട്രൈക്കോമും സ്റ്റാർച്ച് ഗ്രെയിൻസ് ഇതിനകത്ത് ഇല്ല, ആബ്സെന്റ് ആണ് കേട്ടോ. അതാണ് നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. സോ ബേസിക്കലി എന്തൊക്കെയാണ്? ട്രൈക്കോംസും സ്റ്റാർച്ച് ഗ്രെയിനും ഇല്ല, റൊസറ്റി ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ്സ് ഉണ്ട്, പാർക്യൂട്ടറി അറേഞ്ച്മെന്റ് ഓഫ് സെൽസ് ഉണ്ട്, അനമോസൈറ്റിക്സ് ടൊമാറ്റോ ഉണ്ട്, ആൻഡ് ക്രീമോ കാർപ്പസ് ഫ്രൂട്ട് ആണ്, ആൻഡ് ഓർത്തോസ്പെർമിയസ് ഫ്രൂട്ട് ആണ്. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. കെമിക്കൽ കോൺസ്റ്റന്റ് പറയുവാണെങ്കിൽ വോളറ്റൈൽ ഓയിൽ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫിക്സ്ഡ് ഓയിൽ ഉണ്ട്. സോ വോളറ്റൈൽ ഓയിൽ ആണെങ്കിൽ ഫെൻകോൺ ആണ്. ഒരു കളർലെസ് പഞ്ചൻ ലിക്വിഡ് വിത്ത് അരോമാറ്റിക് ഓർഡർ ആണ്. അനിത്തോൾ ഉണ്ട്, സ്വീറ്റ് ഇൻ ഓർഡർ ആൻഡ് ടേസ്റ്റ്. സോ രണ്ടെണ്ണം ഉള്ളത്, ഫെൻകോണും ഉണ്ട്, അനിത്തോളും ഉണ്ട്. പിന്നെ വരുന്നത് ആരൊക്കെയാണ്? ഫെലാൻഡ്രിൻ ഉണ്ട്, ലിമോണിൻ ഉണ്ട്, മീഥൈൽ ചവിക്കോൾ ഉണ്ട്, ആൻസിക് ആൽഡിഹൈഡ് ഉണ്ട് കേട്ടോ. സോ ബേസിക്കലി വോളറ്റൈൽ ഓയിൽ എന്ന് മാത്രം നോക്കിയാൽ മതിയാവും. ഫെൻകോണും അനിത്തോളും ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടെണ്ണം നമുക്ക് നോക്കേണ്ടത്. ഇപ്പോഴേ അങ്ങ് പഠിച്ചോളാം. സോ യൂസ് എന്താണ്? അരോമാറ്റിക് ആണ്, കാർബണേറ്റീവ് ആണ്, സ്റ്റിമുലന്റ് ആണ്, സ്റ്റൊമക്കിക് ആണ്, ഫ്ലേവറിംഗ് ഏജന്റ് ആണ്, എക്സ്പെക്ടോറന്റ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന എക്സോസിഡ് ഫെനലാണ്. നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നാണ്. എക്സോസിഡ് ഫെനലാണെങ്കിൽ സിങ്ക് ചെയ്ത് കിടക്കും, വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ് ചെയ്യുക. സോ നോർമലി അഡൾട്രേഷൻ പറയുന്നത് എക്സോസിഡ് ഫെനലായിട്ട് നമ്മൾ അഡൾട്ടർ ചെയ്യാറുള്ളത് അത് സാൻഡോ, ഡേർട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓൾറെഡി ഉള്ള ഫെനലിൽ നിന്ന് വോളറ്റൈൽ ഓയിൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഈ ഫെനലിനെ എന്ത് ചെയ്യുക? നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിടുമ്പോഴത്തേക്കും എന്താണ്? ഇത് താന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് എക്സോസ്റ്റഡ് ആണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് നട്ട്മെഗ് ആണ്. മിസ്റ്റിക്ക ഫ്രാഗ്രാൻസ് എന്നാണ് പറയുക. സിനോണിം മിസ്റ്റിക്ക, നക്സ് മൊസ്കാറ്റ എന്നൊക്കെയാണ് പറയുക. സോ ഡ്രൈഡ് കെനൽസ് ആണ്. ഡ്രൈഡ് കെനൽസ് ഓഫ് ദ സീഡ് ഓഫ് മിസ്റ്റിക്ക ഫ്രാഗ്രാൻസ് ആണ്. ഫാമിലി മിർസ്റ്റേസി ആണ് കേട്ടോ. എല്ലാം എമ്മിലാണ് ഉള്ളത്, എല്ലാം എമ്മിലാണ്. അപ്പോൾ അവിടെ തിരിഞ്ഞു പോകത്തില്ല. ഡ്രൈഡ് കെനൽസ് ആണ്, മറന്നുപോലെ. സോ നേറ്റീവ് പറയുവാണെങ്കിൽ മൊളസ്ക ഐലൻഡ്, കൾട്ടിവേറ്റ് ഇന്തോനേഷ്യ, പിന്നെ കരീബിയൻ ഐലൻഡ്, ഇന്ത്യയിൽ കേരള, തമിഴ്നാട്ടിലൊക്കെ കാണാറുണ്ട്. സോയിൽ സാൻഡി, ലോമി, ക്ലേ ലോമ്, റെഡ് ലാട്രിറ്റിക് സോയിൽസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ ബേസിക്കലി ഇതിന്റെ ഒരു കൾട്ടിവേഷൻ കളക്ഷൻ പറയുന്നത് ഭയങ്കര ഒരു അടിപൊളിയാണ് കേട്ടോ. 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് കൾട്ടിവേഷൻ നമുക്ക് തുടങ്ങാം. എന്ത് സീഡ്സ് കിട്ടും? ഏകദേശം 10, 40, 45 വർഷത്തോളം നമുക്ക് ഇന്നിങ്ങനെ ഇതിന്റെ കെനൽസ് കിട്ടിക്കൊണ്ടേയിരിക്കും, ആ ഫ്രൂട്ടോടെ കിട്ടിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ളൊരു മരമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ഡിസ്ക്രിപ്ഷൻ ഗ്രീനിഷ് ബ്രൗൺ കളറാണ് വരിക. സ്ട്രോങ്ലി അരോമാറ്റിക്, നല്ല മണമാണ്. ആൻഡ് പഞ്ചൻ അരോമാറ്റിക് ടേസ്റ്റ് പറയുവാണെങ്കിൽ ഷേപ്പ് എലിപ്സോയിഡലാണ്. നിങ്ങൾക്ക് അറിയാം ഷേപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെയാണ് ഏകദേശം ഉണ്ടാവുക, ഡംപ്ലിങ്സ് ഒക്കെ പോലെ. പിന്നെ ഒലിയോറസിനാണ് കൂടുതലുള്ളത്. സോ കെമിക്കൽ കോൺസ്റ്റന്റ് പറയുവാണെങ്കിൽ വോളറ്റൈൽ ഓയിൽ ഉണ്ട്, മിർസ്റ്റിസിൻ ഉണ്ട്, എലിമിസിൻ ഉണ്ട്, സാഫ്രോൾ ഉണ്ട്. ഫാറ്റ് ആണെങ്കിൽ മിർസ്റ്റിക് ഉണ്ട്, പാൽമിറ്റിക് ഉണ്ട്, ഒലീക്ക് ഉണ്ട്, ലോറിക് ഉണ്ട്, ആൻഡ് അതർ ആസിഡ്സ് ഉണ്ട്. ഇനി ഫാറ്റ് ഓഫ് നട്ട്മെഗ് എന്ന് പറഞ്ഞാൽ നട്ട്
നട്ട്മെഗ് ബട്ടർ എന്നാ പറയാ കേട്ടോ. സോ ട്രൈ മിർസ്റ്റിൻ ആണത് കേട്ടോ, ട്രൈ മിർസ്റ്റിൻ ആണ് നട്ട്മെഗ് ബട്ടർ എന്ന് പറയാറുണ്ട്, ഫാറ്റ് ഓഫ് ദി നട്ട്മെഗിന്. സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഷോർട്ടേജ് കൊടുത്തിട്ടുണ്ട്. മിർസ്റ്റിസിൽ ഒരു പോയിസൺ ഉണ്ട്, അത് നാർക്കോട്ടിക് എഫക്റ്റും കൊടുക്കാറുണ്ട്. മിർസ്റ്റിസിൻ പോയിസണസും ആണ്, അത് മാത്രമല്ല നാർക്കോട്ടിക് എഫക്റ്റും ആണ്. സോ നമ്മുടെ ഈ നക്സ് വോമിക്കയിൽ കാണുന്ന കണ്ടന്റ് ആണ് എന്ത്, മിർസ്റ്റിസിൻ. മറന്നു പോവല്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിർസ്റ്റിസിൻ ആണ്, അത് പോയിസണസും ആണ്, നാർക്കോട്ടിക് എഫക്റ്റും ഉണ്ട്. അത് പ്രോട്ടീൻ സ്റ്റാർച്ച് ഒക്കെയാണ് ഉള്ളത്. പിന്നെ അരോമാറ്റിക് ആണ്, കാർബണേറ്റീവ് ആണ്, സ്റ്റിമുലന്റ് ആണ്, സ്റ്റൊമക് ആണ്, ഫ്ലേവറിംഗ് ഏജന്റ് ആണ്. നട്ട്മെഗ് ബട്ടർ ബന്ദ സോപ്സ് അല്ലെങ്കിൽ സോപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്, മറന്നു പോകരുത്. ആൻഡ് റുമാറ്റിസത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ ബേസിക്കലി വോളറ്റൈൽ ഓയിലാണ് നമുക്ക് പ്രൈമറി ആയിട്ടുള്ളത്, അത് ആദ്യം ശ്രദ്ധിക്കുക കേട്ടോ. നോക്കേണ്ടത് നട്ട്മെഗ് ബട്ടറിന്റെ കേസ് നോക്കുക, ട്രൈമിർസ്റ്റിൻ ആണ്, അതിന്റെ പോയിസണസ് സബ്സ്റ്റൻസ് മിർസ്റ്റിസിൻ ആണുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കുക. പിന്നെ ബന്ദ സോപ്പ് ഉണ്ടാക്കാനും നട്ട്മെഗിന്റെ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കി വെക്കുക. നെക്സ്റ്റ് വൺ ഈസ് ക്ലോവ് ആണ്, യുജീനിയ കാരിയോഫിലസ് ആണ്. സോ സിനോണിം പറയുവാണെങ്കിൽ കാരിയോഫിലം, ക്ലോവ് ഫ്ലവർ, ക്ലോവ് ബഡ്. ബയോളജി സോഴ്സ് അറിയാലോ, ബഡ് തന്നെയല്ലേ. സോ ഡ്രൈഡ് ഫ്ലവർ ബഡ് ഓഫ് യുജീനിയ കാരിയോഫിലസ് ആണ്. ഫാമിലി ആരാണ്, മിർസ്റ്റേസിയെ. ഫാമിലി ആരാണ്, മിർസ്റ്റേസി ആണ്, മറന്നു പോകരുത്. സോ നാറ്റീവ് എവിടെയൊക്കെയാണ്, സോ ഇന്തോനേഷ്യ ഉണ്ട്, മൊളസ്ക ഐലൻഡ്, ഇന്ത്യയിലെ കേരള, തമിഴ്നാടുവിലുണ്ട്. സോയിലാണെങ്കിൽ ഡീപ്പ് റിച്ച് ലോമി സോയിലാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ളത്. കളർ ആണെങ്കിൽ ക്രിംസൺ ടു ഡാർക്ക് ബ്രൗൺ. ക്രിംസൺ എന്ന് വെച്ചാൽ റെഡും അല്ല, എന്ന റെഡിന്റെ ഒരു ഇന്റൻസീവ് ടൈപ്പാണ്. ഓർഡർ സ്ലൈറ്റ്ലി നല്ല അരോമാറ്റിക് ആണ്, പഞ്ചന്റ് ആണ്. പിന്നെ അതിൽ ഹൈപ്പാന്തിൻ കൊറല്ല ഉണ്ട്. അനമോസൈറ്റിക് ടൊമാറ്റോ ആണ്. എന്താണ് അനമോസൈറ്റിക് ടൊമാറ്റോ? സോ ഈ ഹൈപ്പാന്തിൻ കൊറല്ല എന്ന് വെച്ചാൽ നമ്മുടെ TS പറയുമ്പോഴാണ് കൂടുതൽ നമ്മൾ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കേണ്ടത്. സോ ഞാനിപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾ കണ്ടാൽ മതി, കണ്ടോ ഇവിടെ ഉണ്ട് ഹൈപ്പാന്തിയം കണ്ടായിരുന്നോ, ഹൈപ്പാന്തിയം ഉണ്ട് കണ്ടോ. സോ ഈ ഹൈപ്പാന്തിയം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഇതിനെ മനസ്സിലാക്കുന്നത്. സോ ഹൈപ്പാന്തിയം കുറലതിനകത്ത് ഉള്ളതാണ്, നമുക്ക് TS നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഇപ്പോൾ താഴ്ത്ത് തരാം, അല്ലെങ്കിൽ ഹൈപ്പാന്തിയം കുറലയും കാണുന്ന ഡ്രഗ് ഏതാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ട് ക്ലോവ് ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക, ക്ലോവിലാണ് ഹൈപ്പാന്തിയം കുറല ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അങ്ങനെ തന്നെ ഹൈപ്പാന്തിയം കുറല ഉണ്ടെന്നുള്ളത് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അനിമോസൈറ്റിക് ടൊമാറ്റോ ആണ്. ഓയിൽ ഗ്ലാൻസ് ഉണ്ട്, ഒവോയിഡ് ആണ്. ആൻഡ് ഷൈസോജിനസ് ആണ് കേട്ടോ, ഷൈസോജിനസ് ആണ്, ഒവോയിഡ് ആണ്. ക്ലസ്റ്റർ ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം ഓക്സലേറ്റും സ്റ്റോൺ സെൽസും ഉണ്ട്. എന്തൊക്കെയുണ്ട്, ക്ലസ്റ്റർ ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം ഓക്സലേറ്റും സ്റ്റോൺ സെൽസും ഉണ്ട്. എന്നാൽ ഇതിനകത്ത് ഒരു സാധനം ഇല്ല, ആരാണ്, സ്റ്റാർച്ച് ഇല്ല, ഡു നോട്ട് കണ്ടെയ്ൻ ദി സ്റ്റാർച്ച് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ്സ് നമുക്ക് TS-നകത്ത്, നമുക്ക് TS പഠിക്കാനില്ല, പക്ഷെ TS-നകത്ത് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്ലാസ് കേട്ടത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും കേട്ടോ. സോ TS നോക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ക്വസ്റ്റ്യൻസ് മേ ബി വന്നാൽ നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ കെമിക്കൽ കോൺസ്റ്റന്റ് പറയുവാണെങ്കിൽ വോളറ്റിൽ ഇജിനോൾ ഉണ്ട്, ഇജിനോൾ അസറ്റേറ്റ് ഉണ്ട്, കാരിയോഫിലൻ ഉണ്ട്, എസ്റ്റർ ഉണ്ട്, കീറ്റോൺ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. ഇത്രയാണുള്ളത്. സോ വോൾട്ടറിൽ 20% അവൈലബിൾ ആണ്. സോ കെമിക്കൽ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ക്ലോവ് ട്രീറ്റ് വിത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു നീഡിൽ ഷേപ്പ് ക്രിസ്റ്റൽസ് നമുക്ക് കാണാൻ പറ്റും. എന്താണ്, ക്ലോവിനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നീഡിൽ ഷേപ്ഡ് ക്രിസ്റ്റൽസ്, പൊട്ടാസ്യം ഇജിനേറ്റ് എന്നാ പറയുക, നമുക്ക് കാണാൻ പറ്റും. യൂസ് ഡെന്റൽ അനാൾജസിക്, കാർബണേറ്റീവ്, സ്റ്റിമുലന്റ്, അരോമാറ്റിക്, ആന്റിസെപ്റ്റിക് ആണ്. യൂസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സിഗരറ്റ് ഒക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓയിൽ യൂസ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വനലൈൻ. സോ ഇതിന്റെ ഓയിൽ എന്താണ്, വനലൈൻ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. ആൻഡ് അഡൾട്രൻസ് മദർ ക്ലവ്, ബ്ലൗൺ ക്ലൗസ് ആൻഡ് ക്ലവ് സ്റ്റാക്സ് ആണ്, മറന്നു പോകരുത്. മദർ ക്ലവ്, ബ്ലൗൺ ക്ലവ് ആൻഡ് ക്ലവ് സ്റ്റാക്സ്. നോർമലി നമ്മൾ ഈ ക്ലൗവിന്റെ ഉപയോഗിച്ച ക്ലോവ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. തണ്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചേർക്കാറുണ്ട്. കാരണം എൻ്റെ മരത്തിനെല്ലാം നല്ല മണമാണല്ലേ, നല്ല വാടയാണ്. അപ്പൊ അതുകൊണ്ട് അത് ചേർക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ അവർ ചേർക്കാറുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് അസാഫോയിഡിന്റെ ആണ്, ഫെറുല ഫോയിറ്റിയുടെ ആണ്. സിനോണിം ഡെവിൾസ് ഡങ്ക്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കൂടെ. ഡെവിൾ ഡങ്ക്, ഡെവിൾസ് എന്ന് മാത്രം കാണുന്ന ടെക്സ്റ്റ് ബുക്കുകളിലുണ്ട് കേട്ടോ. സോ ബയോളജിക്കൽ സോഴ്സ് ഒലിയോ ഗം റെസിൻ ആണ്, മറന്നു പോവൽ. എന്താണ്, ഒലിയോ റെസിൻ ഗം ആണ്. ഒബ്റ്റൈൻഡ് ബൈ ദ ഇൻസിഷൻ ഫ്രം ദ റൈസോംസ് ആൻഡ് റൂട്ട് ഓഫ് ഫെറുല ഫോയിറ്റിഡ. സോ റൈസോമിലും
റൂട്ടിലുമാണ്. സോ ബേസിക്കലി ഇവിടെ അഡൾട്രേഷൻ നടക്കാനുള്ള കാരണം അഡൾട്രേഷൻ അല്ല. സോ ബേസിക്കലി നമ്മുടെ ഈ മണ്ണൊക്കെ ഇല്ലേ, മണ്ണ് ചെളിയൊക്കെ ഇതിലേക്ക് ചേരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാൻ ചാൻസ് കൂടുതലാണെന്ന് നോക്കി വെക്കുക കേട്ടോ. സോ ഫാമിലി അംബ്ലിഫറയാണ് സെൻട്രൽ ഏഷ്യ, ഇറാൻ, ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ കാശ്മീരിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഈ അസാഫോയിഡെ കാണാൻ പറ്റും. കൂടുതൽ തണുത്ത ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്കിത് കാണാനായിട്ട് പറ്റും. തണുത്തൊരു ക്ലൈമറ്റുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. ഡിസ്ക്രിപ്ഷൻ പറയുവാണെങ്കിൽ യെല്ലോ വൈറ്റ് ചേഞ്ചിങ് ടു റെഡിഷ് ബ്രൗൺ. ഒരു യെല്ലോ വൈറ്റ് ആയിരിക്കും, നല്ല പാല് പോലെ ഉണ്ടാവും, പിന്നെ അതൊരു ചുമന്ന കളറിലേക്ക് മാറുവാണ്. നല്ല മണമല്ല, ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സിസ്റ്റ് കുറേ നേരം ഇരിക്കുന്ന പെനിട്രേറ്റ് ചെയ്യുന്ന ഒരു മണമാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഇതിനകത്ത് സൾഫർ കോമ്പൗണ്ട് ഉണ്ട്, അതുകൊണ്ട് നമുക്കൊരു ഉള്ളിൻ്റെ മണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് ഞാൻ ഇന്നത്തെ കൊടുത്തിട്ടില്ല, ഞാനത് പഠിച്ചതിൻ്റെ ഓർമ്മ പറഞ്ഞതാണ്. സോ ബിറ്റർ മിൽക്കി വൈറ്റ് ഷെല്ലോയാണ്. സോ രണ്ട് രീതി കാണും, ഒന്നെങ്കിൽ ടിയർ ഷേപ്പിൽ കാണും, ഇല്ലെങ്കിൽ മാസസ് ആയിട്ട്, അത് കുഞ്ഞു കുഞ്ഞു നമ്മുടെ കണ്ണീര് പോലെ ഇല്ലേ അങ്ങനെ, ഒന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഇല്ലെങ്കിൽ കുറെ ഇങ്ങനെ മാസമായിട്ട് ഇങ്ങനെയും കിടപ്പുണ്ടാവും കേട്ടോ. സോ ടിയർ ബിക്കം ഹാർഡർ ആൻഡ് ബ്രിട്ടിൽ വെൻ ഡ്രൈഡ് ഇന്റേണലി ഒപ്പാക്ക്. സോ ഇത് ഭയങ്കരമായിട്ട് ഹാർഡായി ബ്രിട്ടിലായിട്ട് ഒപ്പാക്ക് ആവുകയാണ് ചെയ്യുക. സോ മാസസ് അഗ്ലൂട്ടിനേറ്റ് ആൻഡ് മിക്സ് വിത്ത് റൂട്ട് ഫ്രാഗ്മെന്റ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഈ റൂട്ടിൽ നിന്നും റൈസോമിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്, പ്ലാന്റ് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മേ ബി ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് സം ഇമ്പ്യൂരിറ്റി, അതിലേക്ക് ഇമ്പ്യൂരിറ്റി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രശ്നം തന്നെയാണ്. ഇനി നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസിനെ പറ്റിയിട്ടാണ്. സോ ബേസിക്കലി റെസിൻ ഉണ്ട് 40-65%, ഗം ഉണ്ട് 20-25%, വോളറ്റിലോഗിൽ 4-20% ഉണ്ട്. സോ റെസിൻ ആണെങ്കിൽ അസാറെസിനോറ്റാനോൾ ആണ്. ഒന്നെങ്കിൽ അത് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടോ ഫെറുലിക് ആസിഡിന്റെ കൂടെ കാണും. സോ ബേസിക്കലി രണ്ടാണ്, അസാറെസിനോറ്റാനോൾ ആണ്. ഒന്നെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ അതെന്താണ് ഫെറുലിക് ആസിഡിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് കാണും എന്നുള്ളതാണ്. പിന്നെ ഫ്രീ ആംബിലിഫറോൺ ആബ്സെന്റ് ആണ്. ആൻഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയിട്ടാണ് നമുക്ക് ഒലിയോഗം റെസിൻ ഉണ്ടല്ലോ, അതിനെ സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്തിട്ട് നമുക്ക് ഓയിൽ കിട്ടുക. അതിലടങ്ങിയിട്ടുള്ളത് എന്താണ്, ബ്യൂട്ടൈൽ പ്രൊപ്പനൈൽ ഡൈസൾഫൈഡ് ആണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു സൾഫർ ഗ്രൂപ്പുള്ള ഒരു ഉള്ളിന്റെ മണം ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല, അപ്പൊ അതിന് കാരണം ഇത് തന്നെയാണ്. സോ എന്താണ്, സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യുന്നു, ഒലിയോഗം റെസിൻ ചെയ്യുമ്പോൾ നമുക്ക് ഓയിൽ നമുക്ക് കിട്ടുക. സോ ബ്യൂട്ടൈൽ പ്രൊപ്പനൈൽ ഡൈസൾഫൈഡ് ആണ്. സോ ഫ്രീ അംബിലിഫെറോൺ ആബ്സെന്റ് ആണ്, അത് ആലോചിക്കാട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. സോ ബേസിക്കലി അസാഫോയിഡ് എപ്പോഴും PSCക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു സാധനമാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. കാര്യം നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കി കളയവർ. കാര്യം ഇപ്പോൾ ഒപ്പാക്ക് ആയാലും അല്ലെങ്കിൽ ഈ അംബിലിഫെറോണിന്റെ കേസ് ആയാലും ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. സോ നമുക്കറിയാലോ ഇതിന്റെ കളർ യെല്ലോയിഷ് ഒരു ഇന്റൻസീവ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ അതൊക്കെ അങ്ങ് നോക്കി അങ്ങ് പോയാൽ മാത്രം മതിയായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ നോക്കാൻ പോവാണ്. സോ ഐഡന്റിഫിക്കേഷൻ നിങ്ങൾ നോട്ട് എടുക്കുമ്പോൾ ചെറു തെറ്റ് കാണും. സോ ഇവിടെ ഏറ്റവും താഴെ അഡൾട്രൻസിൽ എക്സോസിഡ് ഫെനൽ സിങ്കിൻ വാട്ടർ ഞാൻ അറിയാണ്ട് ആഡ് ചെയ്തതാണ്. അപ്പം നിങ്ങളത് നോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ. സോ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് നോക്കാം. ഡ്രഗും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുവാണെങ്കിൽ റെഡ് ഓർ റെഡിഷ് ബ്രൗൺ കളർ കിട്ടും. ഇനി ഡ്രഗും നൈട്രിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഗ്രീൻ കളർ കിട്ടും. ഇനി വെള്ളവുമായിട്ട് ടെർച്ചറേറ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഒരു യെല്ലോയിഷ് ഓറഞ്ച് എമൽഷൻ കിട്ടും. ചിലതിൽ ഈ പോഴ്സറൈനിൽ വെച്ചിട്ട് നമ്മൾ ഇത് ടെർച്ചറേറ്റ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് എമൽഷൻ, ഒരു മിൽക്കി വൈറ്റ് എമൽഷൻ കിട്ടും ചില ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ കണ്ടു. സോ ബേസിക്കലി രണ്ടും ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. ഇനി ഡ്രഗും ഹൈഡ്രോക്ലോറിക് ആസിഡും വാട്ടറും അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലൂ ഫ്ലൂറസെൻസ് കിട്ടും. ഇത് അംബിലിഫ്രോണിന്റെ ഒരു കോമൺ ടെസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ്. സോ യൂസ് കാർബണേറ്റീവ് ആണ്, പിന്നെ സ്റ്റിമുലന്റ് ആണ്, ഇൻഡസ്ട്രിയൽ ഫ്ലക്ചുലൻസ് ആണ്, ഫ്ലേവറിംഗ് ഏജന്റ് ആണ്, എക്സ്പെക്ടോറന്റ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഡ്രഗ് സൾഫ്യൂരിക് ആസിഡ് റെഡ് ഓർ റെഡിഷ് ബ്രൗൺ, ഡ്രഗ് നൈട്രിക് ആസിഡ് ഗ്രീൻ കളർ, ട്രിച്ചുറേറ്റ് വിത്ത് വാട്ടർ യെല്ലോയിഷ് ഓറഞ്ച് എമൽഷൻ. പിന്നെ നിങ്ങൾ ആലോചിക്കുക പോഴ്സലൈൻ വിത്ത് ഡ്രഗ് ആണെങ്കിൽ ഒരു വൈറ്റിഷ് എമൽഷൻ ആണ്. ഡ്രഗ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വാട്ടർ അമോണിയ ബ്ലൂ ഫ്ലൂറസെൻസ് ആണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ജിഞ്ചർ ആണ്. സിനോണിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, സിഞ്ചിബറിസ് ആൻഡ് സുന്തിലാണ്. സോ ബേസിക്കലി സിഞ്ചിബറേസിയ, സിഞ്ചിബറസ അങ്ങനെ ഒരുപാട് പേരിൽ കാണുന്നുണ്ട് കേട്ടോ. സോ ബയോളജിക്കൽ സോഴ്സ് അറിയാലോ, ഒന്നെങ്കിൽ ഹോളായിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഡ്രൈഡ് സ്കാൽപ്പ് ഓർ അൺസ്ക്രാപ്ഡ് റൈസോം ഓഫ് സിഞ്ചിബറ ഒഫിസിനാലെ ആണ്. ഹോൾ ഓർ കട്ട്, ഡ്രൈഡ്, സ്ക്രാപ്ഡ് ഓർ അൺസ്ക്രാപ്ഡ് റൈസോം ഓഫ് സിഞ്ചിബറ ഒഫിസിനാലെ, ഫാമിലി സിഞ്ചിബറേസിയ ആണ്. മറന്നുപോലെ ഫാമിലി സിഞ്ചിബറേസിയ. സോ കളർ നിങ്ങൾക്ക് അറിയാം, ഒരു ബഫ് കളറാണ് അല്ലേ, നമുക്ക് നല്ല അരോമാറ്റിക്, എഗ്രീബിൾ പഞ്ചൻ ടേസ്റ്റ് ഒക്കെയാണ്. പിന്നെ എന്താണ്, എൻഡോഡെർമിസ് ആൻഡ് സ്റ്റീലേ ഉണ്ട്.
ഉണ്ട്. എന്താണ്? എൻഡോഡെർമിസും സ്റ്റീലിയും ഉണ്ട്. TS ആണ്. ഒലിയോ റെസിൻ സെൽസ് അവൈലബിൾ ആണ്. സ്റ്റാർച്ച് ഗ്രെയിൻസ് കാണാറുണ്ട്. ഗ്രൗണ്ട് ടിഷ്യൂല് സ്റ്റാർച്ച് ഗ്രെയിൻ നമുക്ക് കാണാനായിട്ട് പറ്റും. എൻഡോഡെർമിസ് ഈസ് ഫ്രീ ഓഫ് സ്റ്റാർച്ച്. എന്താണ്? എൻഡോഡെർമിസിൽ സ്റ്റാർച്ച് ഇല്ല കേട്ടോ. ഇത് TS ആണ്. ഇപ്പോഴും പറഞ്ഞു TS ആണ്. മാക്സിമം പഠിച്ച് നന്നായിരിക്കും. സോ കെമിക്കൽ കോൺസ്റ്റൻസോ ജിഞ്ചർ ഓയിൽ എന്താ ഉള്ളത്? സിഞ്ചിബറൻ, ബിസാബൊളീൻ ആൻഡ് ഫ്രനസീൻ ആൻഡ് കുർക്കുമീൻ ആൻഡ് സെസ്ക്യൂ ഫെലാൻഡ്രീൻ ഉണ്ട്. വോൾട്ടൈൽ ഓയിൽ ജെറാനിയാൽ, സിട്രാൽ ആണ്. ഇതാണ് കൂടുതലും. സിട്രൽ ആണ് ഒരു അരോമ മണം കൊടുക്കാൻ റീസൺ സിട്രൽ ആണ്. ആൻഡ് ഫീനോൾ കീറ്റോൺസ് ഉണ്ട്, ജിഞ്ചറോൾ ഉണ്ട്. അതിൽ തന്നെ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഏതൊക്കെയാണ് എന്നുള്ളത്. ആൻഡ് പഞ്ചൻസി ആൻഡ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ, ഒരു പഞ്ചൻസി ഉണ്ട്, ഒരു ഫാർമക്കോളജിക്കൽ ആക്ഷൻസും ഉണ്ട് കേട്ടോ. അത് കൊടുക്കുന്നതൊക്കെ ഈ കെമിക്കൽ കോൺസ്റ്റന്റ് ഫീനോളിക് കീറ്റോൺസ് ആണ്. ഒരു പഞ്ചൻസിയും അല്ലെങ്കിൽ ആ ഫാർമക്കോളജിക്കൽ ആക്ഷൻ കൊടുക്കുന്നത് ഈ ഫീനോളിക് കീറ്റോൺസ് ആണ്. സോ യൂസ് പറയുവാണെങ്കിൽ സ്റ്റൊമക്കിക് ആണ്, അരോമാറ്റിക് ആണ്, കാർബണേറ്റീവ് ആണ്, സ്റ്റിമുലന്റ് ആണ്, ഫ്ലേവറിംഗ് ഏജന്റ് ആണ്. ജിഞ്ചർ ഓയിൽ മൗത്ത് വാഷിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ എഫക്റ്റീവ് ഇൻ മോഷൻ സിക്നസിനൊക്കെ എഫക്റ്റീവ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ്? ജിഞ്ചർ ഓയിൽ നോക്കുക, വോൾട്ടൈൽ ഓയിൽ നോക്കുക, പിന്നെ ഫിനോളിക് കീറ്റോൺസ് ഉള്ളതും ഇത്ര നോക്കുക കേട്ടോ. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത്രയേ ഉള്ളൂ, അധികമൊന്നുമില്ല. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. ഞാൻ സിമ്പിളായിട്ട് ഷോർട്ട് ഫോമിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് വായിച്ച് പഠിക്കുക. അപ്പം നെക്സ്റ്റ് തൊട്ട് കാണാം. ബൈ.